Hi all, Assalamu alaikum warahmatullahi wabarakatuh. Welcome back to our channel. കുറേ പേര് നമ്മളെ പേഴ്സണലായിട്ടും പിന്നെ കമൻറ്റ് സെക്ഷനിലൂടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, എൻ്റെ ഉപ്പാൻ്റെ മരണശേഷം കുറേ ദിവസമായിട്ട് വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മുമ്പ് തന്നെ വീഡിയോ എടുത്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ച വീഡിയോ പോലും ഇട്ടിട്ടില്ല. എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ടൊരു ധൈര്യം ചോർന്നു പോയൊരവസ്ഥയിലാണ് കേട്ടോ ഞാനുള്ളത്. ഒരു പെൺകുട്ടി എന്ന നിലക്ക് നമുക്ക് എത്ര തന്നെ വയസ്സായാലും നമ്മൾ ഏത് പൊസിഷനിലാണെങ്കിൽ പോലും തൻ്റെ പിതാവ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞത് അത്ര ചെറിയൊരു സംഭവമല്ല. അത് ഞാൻ ശരിക്കും ഇപ്പോൾ അനുഭവിച്ചു. ആ അവസ്ഥയിലുള്ളവർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അമ്മാൻ്റെ വീട്ടിലാണ് ഉള്ളത്. അമ്മക്കിപ്പോൾ ഇതയാണല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് വിട്ടിട്ട് പോകാൻ കഴിയില്ല. ഞാനിങ്ങനെ ചിലപ്പോൾ പറയില്ല, എനിക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ആക്ച്വലി ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ മാത്രമാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ മക്കളും എല്ലാവരും കൂടെ ആകുമ്പോൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞു, അയ്യോ നീയും കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ അമ്മാൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഞാൻ ഓൾറെഡി നമ്മുടെ വീട്ടിൽ നിന്ന്, അതായത് ഉപ്പാടെ മരണത്തിൻ്റെ തൊട്ട് ദിവസം മുമ്പും 10 ദിവസം മുമ്പുള്ള വീഡിയോസൊക്കെ ഞാൻ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ആ വീഡിയോസ് ഒന്നും തന്നെ നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എന്നോട് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബേഴ്സ് തന്നെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, തിരക്കിൽ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വർക്കും തിരക്കും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒക്കെ ഒന്ന് മറക്കാൻ പറ്റും, മീൻസ് മറക്കല്ല എങ്കിൽ പോലും ഒരാശ്വാസം വേറെ വർക്കിലാവുമ്പോൾ നമുക്കൊരു ഇത് കിട്ടും. അപ്പോൾ അങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ അറിയില്ല, ആ ഒരു ധൈര്യം മൊത്തത്തിൽ അങ്ങോട്ട് പോയ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഉള്ളത്. എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്താ പറയാന്ന് പോലും എനിക്ക് ശരിക്കും അറിയുന്നില്ല. ഏതായാലും ഞാനിത് ഇവിടുത്തെ കുറച്ച് റൊട്ടീനാണ് കാണിക്കുന്നത്. ഇവിടെ നിന്നാണ് മക്കളിപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുന്നത്. അതായത് രാവിലെ എനിക്കൊന്നും ചെയ്യാനൊന്നും കഴിയാറില്ല. നാത്തൂമാർ അവരുടെ മക്കളെ സ്കൂളിലേക്ക് റെഡിയാക്കുമ്പോൾ ഫുഡൊക്കെ അവർ ടിഫിനിലാക്കി വയ്ക്കും. പിന്നെ ഞാൻ മക്കളെ കുളിപ്പിച്ച് റെഡിയാക്കി അങ്ങനെ വിടുക. എങ്ങനെയൊക്കെ ഇത്ര ദിവസം അങ്ങോട്ട് പോയി. ഇനി കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആവണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഞാൻ അമ്മക്ക് ജ്യൂസ് അടിച്ചതാണ് കേട്ടോ. ഓറഞ്ച് ജ്യൂസാണ് അടിക്കുന്നത്. ഷിബിലിയും ഷഫിയൊക്കെ കിച്ചണിൽ നാഷ്ടപ്പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ ഡയറ്റൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലേക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഡയറ്റിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോന്ന് ചെയ്യാണ്. പിന്നെ അതേ ഞാൻ അറിയാലോ, മറ്റുള്ളവരുടെ കിച്ചണിൽ നമ്മൾ പെരുമാറുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള ഇതില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് നമ്മൾ പുതിയതായിട്ട് എടുത്ത അഗാറോൻ്റെ ഈ ഒരു ബ്ലെൻഡർ വിത്ത് സ്ലൈസർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഇനിയിപ്പോൾ 4 മാസം 10 ദിവസം ഇരിക്കുമ്പോൾ അമ്മക്ക് ഗുണമാവാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അമ്മേൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ട്. ഇത് വന്നിട്ട് ഒരു മൾട്ടി ഫങ്ഷണൽ ബ്ലെൻഡർ വിത്ത് സ്ലൈസറാണ് കേട്ടോ. 250 വാട്ടാണ് വരുന്നത്. ഇത് മൾട്ടി ഫങ്ഷനാണ്. നമുക്ക് ചോപ്പ് ചെയ്യാനും ഷ്രെഡ് ചെയ്യാനും സ്ലൈസ് ചെയ്യാനും ഒക്കെ തന്നെ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കോപ്പർ മോട്ടറാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ചോപ്പ് ചെയ്യാനും പിന്നെ ഉള്ളിയൊക്കെ സ്ലൈസ് ചെയ്യാനും ഒക്കെ ഈസിയാണ്. ഞാനിപ്പോൾ ഈ ഉള്ളീൻ്റെ ആ ഒരു പരിപാടി അമ്മക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കാം, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ. ഇതിൻ്റെ മെയിൻ യൂണിറ്റിൻ്റെ ഒപ്പം തന്നെ 800 മില്ലി BPA ഫ്രീ പ്രോസസ്സിംഗ് ബൗള്, പിന്നെ 2 പീസ് 500 മില്ലിയുടെ നമുക്ക് ഫ്രീ ജാറ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ 4 ലീഫ് ചോപ്പിംഗ് ബ്ലേഡ്. പിന്നെ ഇത് വന്നിട്ട് സ്ലൈസർ വന്നിട്ട് ഡിസ്കും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ് കേട്ടോ. പിന്നെ ക്രോസ് ബ്ലേഡ്സ് കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ 1 ഇയർ വാറൻറ്റിയും കൂടി ഉണ്ട്. ഇതിൽ വന്നിട്ട് 2 വേരിയബിൾ സ്പീഡ് മോഡ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ടർബോ ഫംഗ്ഷൻ, പൾസ് ഫംഗ്ഷനും കൂടി ഉണ്ട്. ഡിറ്റാച്ചബിൾ ബ്ലെൻഡിങ്ങും കൂടെ സ്റ്റെയിൻലെസ് ഈ സ്റ്റീൽ ബ്ലേഡിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ ഇത് കറക്റ്റായിട്ട് ലോക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഫംഗ്ഷൻ ആവില്ല. അതുകൊണ്ട് നമുക്ക് ഇടുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിപ്പോൾ ചീസൊക്കെ സ്ലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഡിഫറെൻറ്റ് വെജീസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഈ ഒരു പുഷറും കൂടെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബേബിൻ്റെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ചിലപ്പോൾ അവൾ ഇഡലി ദോശ അപ്പം എന്നാണെങ്കിൽ ശരിക്കും കഴിക്കൂല. അപ്പോൾ ഞാൻ പഴവും മുട്ടയും കൊടുക്കാമെന്ന് വിചാരിച്ചു. നാടൻ മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. ഷഫാൻ്റെ അത്താക്ക് എവിടെ നിന്നോ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ എല്ലാ കുട്ടികൾക്കും കൂടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി ആൾക്ക് ഒറ്റയ്ക്ക് കഴിക്കും, പക്ഷേ എങ്കിലും അവസാനം നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിതേ അത്തീന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മക്ക് കൊടുക്കാൻ. മുമ്പ് അത്ത മരിക്കുന്നതിന് മുമ്പ് വാങ്ങണം എന്ന് വിചാരിച്ച് അമ്മക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്താ സമയത്ത് എനിക്ക് വരാനും പറ്റിയില്ല. ഇപ്പോൾ വരാനാണ്, ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നിവിടെ ഇരിക്കാനാണെന്ന് തോന്നുന്നു യോഗം. അപ്പോൾ ഇതേ അത്തീൻ ഫോർ മോമും പിന്നെ അത്തീൻ ഫോർ കിഡ്സില്ല ജൂനിയറും പിന്നെ അതുപോലെ ബേബി ഫുഡും ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് പേര് ഇപ്പോൾ കഴിച്ചിട്ട് ഒത്തിരി ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 6 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നുണ്ട്. കാരണം ഇതിൽ എനർജി, പ്രോട്ടീൻ, കാൽഷ്യം, അയൺ, സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, ഫോളിക് ആസിഡ്, ഒമേഗ 3 ഇതുപോലുള്ള ഒത്തിരി നല്ല നല്ല ഐറ്റംസ് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ എനിക്ക് കുറേ ക്ഷീണവും തളർച്ചയും വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസിയും മുടി കൊഴിച്ചിൽ പറഞ്ഞ പോലെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എല്ലുകൾക്കൊക്കെ ഭയങ്കര വേദന, ബാക്ക് പെയിനും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഞാനിപ്പോൾ പാൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ 2 വയസ്സ് വരെ പാൽ കൊടുക്കുന്നല്ലോ, കൂടെ തന്നെ ഒരുപാട് പണികളും ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്ഷീണവും തളർച്ചയും ഉണ്ടാകും. ചിലപ്പോൾ പാല് വറ്റിപ്പോവും. അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഈ അത്തീന് ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല റിസൾട്ടാണ്. എൻ്റെ മാത്രം റിസൾട്ടല്ല, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒത്തിരി പേര് ഇതുപോലെ ഞാൻ കഴിക്കുന്നത് കണ്ടിട്ട് വാങ്ങിയിട്ട് അവരും റിസൾട്ട് പറയുന്നുണ്ട്. PCOD, PCOS പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ ആണുങ്ങൾക്ക് ഈ സ്പേം കൗണ്ട് കുറവുള്ളവർക്കൊക്കെ കഴിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ സ്കിൻ അലർജി, ഡസ്റ്റ് അലർജി ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അവരൊക്കെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കുട്ടികൾക്ക് അതുപോലെ കൊടുക്കുന്ന സമയത്ത് അവരുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ബലത്തിനും വളർച്ചയ്ക്കും വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശാരീരിക വേദന, കൈകാല് വേദന, മുട്ടുവേദന ഇതുപോലുള്ള വേദനകളൊക്കെ ഉണ്ടാവില്ല അതിന്. പിന്നെ അതുപോലെ ഈ പൈൽസ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് ഓരോന്നും എടുത്തു പറയാൻ പറ്റില്ല. നമ്മൾ ഡെയിലി നമ്മുടെ ഹൈ റിച്ച് ന്യൂട്രീഷ്യൻസ് നമ്മുടെ ബോഡിയിലേക്ക് ഡിഫറെൻറ്റ് വേസിൽ നമ്മൾ കൊടുക്കൂല. ഇതെല്ലാം കൂടെ ഒരൊറ്റ ഫുഡാക്കിയിട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് അത് നമ്മൾ ഡെയിലി കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് വേണ്ട എല്ലാ ന്യൂട്രീഷനും കിട്ടുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന എല്ലാ ശാരീരികാവസ്ഥ ബുദ്ധിമുട്ടുകൾക്കും അത് നന്നായിട്ട് ഫലം ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പാല് നല്ല ഹെൽത്തി ആയിട്ടുള്ള പാലാണ് ഇത് കഴിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കിട്ടാൻ നല്ല തിക്കായിട്ടുള്ള പാല്. 2 വയസ്സ് വരെ നല്ല പാലൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ പൈസ വിചാരിക്കേണ്ട, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് കിട്ടും. നിങ്ങൾ എന്തായാലും എൻ്റെ താങ്ക്സും പറയും. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് പേഴ്സണലായിട്ട് വന്ന് അത്തീന് കഴിച്ചിട്ട് ഒത്തിരി മാറ്റം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതുവരെ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ അമ്മക്കും കൊടുത്ത് പിന്നെ എൻ്റെ ആങ്ങളെയും കഴിക്കുന്നുണ്ട് കേട്ടോ. അത്തീന് അവന് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാനും വേണ്ടിയിട്ട്. അവന് നല്ല റിസൾട്ടൊക്കെ ഉണ്ട്. പുറത്തു പോകുന്ന ആണുങ്ങളല്ലേ, ക്ഷീണമൊക്കെ മാറാനും നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്കൊക്കെ കൊടുത്തതിന് ശേഷം ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഗാർലിക് പൗഡർ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഓർഡേഴ്സൊക്കെ വരുന്നുണ്ട്. അതിന് ശേഷം ഉള്ളി, വലിയ ഉള്ളീൻ്റെ പൗഡർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ 40 കഴിഞ്ഞിട്ടാണെങ്കിലും പോയി കഴിഞ്ഞാൽ അമ്മക്ക് ബിസി ആവാനൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ചിന്തകൾ ഒരുപാട് ഇങ്ങനെ പോയി വിഷമിക്കാനോ ബുദ്ധിമുട്ടാനോ ഒന്നും ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ തുടങ്ങി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ സവാള എടുത്തിട്ടുണ്ട്. നമുക്ക് 2 കിലോ 300 സംതിങ് ആണ് സവാള എടുത്തിട്ടുള്ളത്. ഞാൻ 1 കിലോ ഗാർലിക്ക് അമ്മ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്, ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് 1 കിലോ എടുത്തിട്ട് നമുക്ക് ആകെ പൊടിച്ചിട്ട് കിട്ടിയത് വെറും 300 ഗ്രാമാണ് കേട്ടോ. ഗാർലിക്കിനാണെങ്കിൽ നല്ല വിലയുണ്ട്. ഈ സമയം 285 രൂപ എന്തോ ആണ് നമ്മൾ വാങ്ങിച്ചത്. നല്ല റിസ്ക്കുള്ള പണിയാണ്. കാര്യമായിട്ട് ലാഭമോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു പാക്കിന് 20 രൂപയൊക്കെ ആയിരിക്കും ലാഭം കിട്ടുക. പക്ഷെ ആ ലാഭമല്ല, ആ ഒരു ടൈമും നമ്മൾ ഇങ്ങനെ ഒരു അധ്വാനിച്ച് ബിസിനസ് ചെയ്ത് ആ ഒരു പൈസ കിട്ടുമ്പോൾ അമ്മക്ക് കിട്ടുന്ന സന്തോഷം അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കാര്യം ചെയ്യുന്നത്. പിന്നെ നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതായതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് എങ്ങനെയാണോ ഉപയോഗിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. പിന്നെ ചില ഫുഡുകളിലൊക്കെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റും ആയിരിക്കും. പിന്നെ തിരക്ക് പിടിച്ച സമയത്ത് ഉള്ളിയൊക്കെ കട്ട് ചെയ്യാതെ പെട്ടെന്ന് നമുക്കിത് ഇട്ട് കഴിഞ്ഞാലും നല്ല ഒരു ഗ്രേവിയൊക്കെ അതിൽ കിട്ടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ 2-3 സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള മാനസികാവസ്ഥയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനത് കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 കിലോ 300 ഗ്രാമോളം ഉള്ളി എടുത്ത് തൊലിച്ച് കഴുകി കട്ട് ചെയ്ത് അതുപോലെ നമ്മുടെ സ്ലൈസറിലിട്ട് ഫുള്ളായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഇതിൽ സ്ലൈസ് ചെയ്യുമ്പോൾ അധികം പണി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നത്. അപ്പം അമ്മക്കൊരതൊരു ഞാൻ പോയി കഴിഞ്ഞാലും ഒരു ഹെൽപ്പ് ആവുമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ഇത് വന്നിട്ട് കുറച്ച് ട്രേസൊക്കെ ഉണ്ടായിരുന്നു. ഇതിനു വേണ്ടി വാങ്ങിച്ചല്ല. മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഒരു എന്താ പറയുക ജ്യൂസ് ഷോപ്പ് വാങ്ങിയിട്ട് അങ്ങനെ നഷ്ടം വന്ന ആ ഒരു
വാങ്ങിയിട്ടല്ല, ജ്യൂസ് ഷോപ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ട് ഇപ്പം അത് പൂട്ടിയപ്പോൾ നഷ്ടം വന്ന കുറച്ച് സംഭവം എനിക്കിപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വേണം പറയാൻ. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് ഉണക്കാനും വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ നേരിട്ട് സൂര്യപ്രകാശത്തിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഗുണം കൂടെ ആ ഉണങ്ങിയതിൽ കിട്ടുന്നുണ്ട്. ഇതുപോലെ ഒരു 2 ട്രേയും പിന്നെ 2 വലിയ പ്ലേറ്റിലും ഇങ്ങനെ ആക്കിയിട്ട് മുകളിൽ കൊണ്ട് വെക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും ദിവസം നമ്മൾ എങ്ങനെ കടന്നുപോയി എന്നുള്ളത് ശരിക്കും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അത്താൻ്റെ ആ ഒരു മരിപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും ഞങ്ങൾക്ക് വല്ലാത്തൊരു ഷോക്ക് തന്നെയായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഉറങ്ങാൻ കിടന്ന ആൾ ഇങ്ങനെ പോയി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മാത്രമല്ല, എൻ്റെ ഫാമിലിയിൽ എൻ്റെ അമ്മായിൻ്റെ മക്കൾക്കാണെങ്കിലും എല്ലാവർക്കും പെട്ടെന്ന്, എളാപ്പാൻ്റെ മക്കൾക്കൊക്കെ ആണെങ്കിലും നല്ലൊരു ഷോക്ക് തന്നെയായിരുന്നു. ആ ഒരു സമയത്ത് അവർ നമുക്ക് തന്ന ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ആ ഒരു 3 ദിവസം എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആരൊക്കെ ഉണ്ട് എന്നുള്ള ആ ഒരു തോന്നലും ഒക്കെ എത്ര എന്താ പറയുക, നമുക്ക് വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു അടുത്ത് നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കളുടെ ഇതുപോലെ മരണമോ മറ്റോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ അങ്ങനെ ഇട്ടിട്ട് പോവാതെ ആ ഒരു 3 ദിവസം അവരെ കൂടെ ഇരുന്ന് ആ ഒരു ദുഃഖത്തിൽ പങ്കെടുത്ത് അവർക്ക് ഒരു സപ്പോർട്ടായി താങ്ങും തണലായി നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ്. എൻ്റെ അമ്മായിൻ്റെ മക്കളോ എൻ്റെ എളാപ്പാൻ്റെ മക്കളോ എളാപ്പന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ സിയാറത്തിനും ആരൊക്കെ വന്നു എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം എൻ്റെ അനിയത്തി കസിൻസിൻ്റെ ഭർത്താക്കന്മാർ വരെ എത്രയോ ദൂരത്തുനിന്നും, ഭർത്താക്കന്മാരല്ലാതെ അവരുടെ വാപ്പന്മാർ വരെ എത്രയോ ദൂരങ്ങളിൽ നിന്ന് ആ ഒരു സമയത്ത് അലാറം വെച്ച് എണീറ്റ് സിയാറത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പോവാത്തവരും ഉണ്ടായിരുന്നു. അപ്പോൾ പോയവരെയും ഒരുപാട് സ്നേഹവും സന്തോഷവും തോന്നുന്നുണ്ട്. കാരണം എൻ്റെ അത്താക്ക് വേണ്ടി അവിടെ പോയി ആ സമയത്ത് സിയാറത്ത് ചെയ്ത് പ്രാർത്ഥിച്ച് നമസ്കരിച്ച് എന്ന് പറഞ്ഞ പോലെ എന്താ പറയുക, ഭയങ്കര സന്തോഷവും അതിൻ്റെ കൂടെ തന്നെ ഭയങ്കര സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞ കുറേ ദിവസങ്ങളാണ് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞു പോയത്. എൻ്റെ കൂടെ നിന്ന് ഒരുപാട് പേര് എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. 10 ദിവസത്തോളമായിട്ട് ആശ്വസിപ്പിക്കാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ അതൊക്കെ പോട്ടെ. അപ്പം ഞാനിപ്പോൾ ഇടയിൽ കൂടെ എന്തൊക്കെയോ കാണിച്ചു, അതൊക്കെ വിട്ടുപോയില്ലേ. ഞാൻ ഈ ഒരു സ്ലൈസറിൽ നമ്മുടെ അമ്മാക്കുള്ള സാലഡാണ് കേട്ടോ ഉണ്ടാക്കിയത്. കുക്കുംബർ ഞാനൊന്ന് സ്ലൈസ് ചെയ്തെടുത്തു. പിന്നെ ക്യാരറ്റ് സ്ലൈസല്ല ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ തന്നെ ഉള്ളി പൗഡർ, വെളുത്തുള്ളി പൗഡർ, ഇതൊക്കെ ഒന്നാണല്ലേ, ഗാർലിക് പൗഡർ, വലിയ ഉള്ളി പൗഡർ, ജിഞ്ചർ പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് കുറച്ച് പിങ്ക് സോൾട്ടും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ല തൈര് വേണം, പുളിക്കാത്ത തൈരാണെങ്കിൽ നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്കിപ്പോൾ ശരിക്കും സംസാരിക്കാനോ ടങ്ക് സ്ലിപ്പാവുക എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു സംഭവമൊക്കെയാണ് ഉള്ളത്. പിന്നെ ക്യാരറ്റ് ലാസ്റ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി എടുത്തു. പിന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ആൾ കൂടുതലല്ലേ, മൊത്തം നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ 3 ഫാമിലിയാണ് ഉള്ളത്. എൻ്റെ 2 ഇക്കമാരുടെ ഫാമിലിയും ഞങ്ങളും. അപ്പോൾ ക്വാണ്ടിറ്റി കുറവാണ്. ഞാൻ അമ്മക്ക് മാത്രം ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ അപ്പോഴേക്കും കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്നപ്പോൾ ശരി എല്ലാവർക്കും കൂടെ ഓരോ ഫാമിലിക്ക് ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ 1 സ്പൂൺ തേനും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സോയ സോസ് കുറച്ച് ടൊമാറ്റോ സോസ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. പിന്നെ ഏറ്റവും ലാസ്റ്റ് കുറച്ച് മുളക് പൊടിയും കുറച്ച് ചാട്ട് മസാലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയുള്ളിയില്ലേ, അല്ല ഗാർലിക്കില്ലേ, അത് ഒന്ന് ഉണങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വീണ്ടും മുകളിൽ കൊണ്ട് വയ്ക്കുകയാണ്. അടുത്ത ബാച്ച് പൊടിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിത് എത്ര ദിവസം മുന്നോട്ട് കൊണ്ടുപോകും എന്നൊന്നും എനിക്കറിയില്ല. ഒരു ആവേശത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യാണോ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല. എൻ്റെ ആങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എച്ചിത്തന്നെ മാത്രമേ ഉള്ളൂ നിനക്ക്, എല്ലാവരും വലിയ ലാഭങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഇതിൽ നിന്നൊക്കെ എന്ത് കിട്ടാനാണ് ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. 3 മാസം നീ തയ്ച്ച് ചെയ്താൽ ഞാൻ മൊട്ടടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അറിയില്ല ഞാൻ എത്ര കാലം കൊണ്ടുപോകുന്നുള്ളത്. അമ്മക്കുള്ള ഒരു മെയിൻ ഒരു സംഭവമായിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പിന്നെ അതും കൂടെ ക്രഷ് ചെയ്തെടുത്തിട്ട് റനക്കുട്ടീൻ്റെ മുകളിൽ കൊണ്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സാലഡിലേക്ക് നമുക്ക് കോൺഫ്ലേക്സോ അല്ലെങ്കിൽ വല്ല ചിപ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു ചാട്ടിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് വരും, പുളിയില്ലാത്ത തൈരാണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൽ കുറച്ച് മിക്സർ ഉണ്ടായിരുന്നു, അത് ഇട്ടിട്ട് ഓരോ ഫാമിലിക്കായിട്ട് കൊടുത്തു. ഇത് വന്നിട്ട് ഫസ്റ്റ് കൊടുക്കുന്നത് അമ്മക്കാണ്. അമ്മാൻ്റെ മെയിൻ ഫുഡ് പോലെയല്ല വൈകുന്നേരം. അപ്പോൾ അവർക്കുള്ള കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ കൊടുത്തു. പിന്നെ അതിനുശേഷം ഷഫാൻ്റെ ഫാമിലി, പിന്നെ ഷിബിലാൻ്റെ ഫാമിലി അങ്ങനെ കൊടുത്തു. അപ്പോൾ പിന്നെ കുട്ടികൾക്കെല്ലാം കൂടെ പങ്കുവെച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതാർക്കാണ് അങ്ങനെ ആർക്കോ കൊടുത്തു.
ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ കുറച്ച് തിരക്കായിട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. പകലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ രാത്രിയത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ ആ ഒരു സൈലൻസ് വന്നു കഴിഞ്ഞാൽ മക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാനൊരു സൈഡിൽ നിന്ന് ഛേ ഛേ എന്ന് പറയുന്നുണ്ടാവും, അമ്മ അപ്പുറത്തുനിന്ന് ഛേ ഛേ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു നഷ്ടബോധമല്ലേ. അങ്ങനെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാറുമായിരിക്കും. അങ്ങനെ ഓരോരുത്തരും നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫാമിലിയിൽ നിന്നൊക്കെ എല്ലാവരും വൈകുന്നേരം ഒക്കെ ആയിക്കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കുടുംബക്കാരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ അവരോട് സംസാരിച്ചിട്ടും അങ്ങനെ പോവും. അത്താന്ന് പറയുമ്പോൾ ഫാമിലിയിലെ മൂത്ത ആളാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഇത് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷിബില അവരൊക്കെ അവർക്കുള്ള ചായ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാനും അമ്മയും ഏത് സമയം മിക്കവാറും റൂമിൽ തന്നെ ആയിരിക്കും. ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അത്താൻ്റെ പഴയ കഥകളും ഇനിയിപ്പോൾ അങ്ങോട്ട് എങ്ങനെ ആയിരിക്കും, എന്തായിരിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ 2 ആഴ്ചത്തോളം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ അങ്ങനെ അവരൊക്കെ പോയതിന് ശേഷം ബേബിക്കുള്ള ഫുഡാണ് കേട്ടോ നമ്മൾ റെഡിയാക്കുന്നത്. അത്തിൻ്റെ തന്നെ ആ ഒരു ഫുഡ് സപ്ലിമെൻ്റ് ഇല്ലേ, ബേബി ഫുഡ്. ഇത് വന്നിട്ട് കുട്ടികൾക്ക് നമുക്ക് 7 മാസം കഴിഞ്ഞ് നമ്മൾ ബേബി ഫുഡ് സ്റ്റാർട്ട് ചെയ്യൂലേ, സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. കുട്ടികളുടെ വളർച്ചയ്ക്കും ബുദ്ധിശക്തിക്കും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് നല്ല ഹൈജീനായിട്ട് അവരുണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ അതിൽ ഞാനിപ്പം മോള് കുറുക്ക് കഴിക്കേണ്ട പ്രായമല്ല, അതുകൊണ്ട് ഇപ്പോൾ പാലൊക്കെ കൊടുക്കുന്ന പോലെ ഇതിൽ പാല് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഞാൻ പശുവും പാൽ ഇപ്പോഴും കൊടുത്തു തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് വെള്ളം പോലെ ജ്യൂസ് പോലെ ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഗസ്റ്റൊക്കെ അവരൊക്കെ പോകുമ്പോഴേക്കും ഏകദേശം മഹരിബിന് സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഹരിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ പുറത്ത് ഇവർ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വന്ന് നോക്കി. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തർ സൈക്കിളിലും ഒക്കെ ആയിട്ട്. ഈ സമയങ്ങളിലൊക്കെ സാധാരണ ആകുമ്പോൾ അത്ത ഉണ്ടാവാറുണ്ട് കേട്ടോ. ആ മുക്കിൽ ആ നീല ചെയറില്ലേ, ആ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ആ ഒരു കുടം വെച്ചിട്ടില്ല, അതിൻ്റെ മുകളിൽ ഖുറാൻ്റെ പരിഭാഷ ഉണ്ടാവും, അതും വായിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ ആൾ. ഈ സമയങ്ങളിലും മിക്കവാറും അവിടെ ഇങ്ങനെ ഇരുന്ന് പരിഭാഷ വായിക്കുക, ദിക്റ് ചൊല്ലുക, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. അങ്ങനെ ഇച്ചുബേബിൻ്റെ ചില സമയം നമ്മളിങ്ങനെ ചോദിക്കും, അത്ത എവിടെയും ചോദിക്കുന്ന സമയത്ത് അവൾ ആ ഭാഗത്ത് ഇങ്ങനെ പോയി നോക്കിയിട്ട് അത്ത എന്നിങ്ങനെ വിളിച്ചിട്ട് നിൽക്കും. അണ്ണാൻ്റെ മോൻ്റെ ചോദിക്കുമ്പോൾ അവൻ പറയും അത്ത രാത്രി വരും എന്ന് പറയും. പിന്നെ ദേ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ അമ്മാൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണമല്ലോ. സാധാരണയായിട്ട് അമ്മ ഇതുപോലെ ഇത് വന്നിട്ട് ഫ്ലാക്സ് സീഡ് വറുത്തിട്ട് അവർ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ രാത്രി കുടിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫ്ലാക്സ് സീഡ് പൊടിച്ചത് 1 സ്പൂണ് ഗ്ലാസ്സിലേക്ക് ഇടും. എന്നിട്ട് അതിന് ശേഷം കുറച്ച് വെള്ളമില്ലേ കുടിക്കാനുള്ള ചൂടെന്ന് പറയുമ്പോൾ അമ്മക്ക് അത്യാവശ്യം നല്ല ചൂടിലാണ് കുടിക്കുക. അപ്പോൾ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അത് രാത്രി കുടിച്ചിട്ട് കിടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഒന്ന് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ഇത് കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗപ്പെടുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യാൻ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വറുത്തിട്ട് ഫ്ലാക്സ് സീഡ് പൊടിച്ച് ഒരു ബോട്ടിലാക്കിയിട്ട് വെക്കാം. അമ്മ ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യും കേട്ടോ. അതുപോലെ ഇങ്ങനെ പൊടികളും ഒക്കെ ഇങ്ങനെ ആക്കി വെക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു റൊട്ടീൻ തിരിച്ചു കൊണ്ടുവരാനും വേണ്ടിയിട്ട് അത് നമ്മൾ കൊടുക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ മഹരിബ് നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും ഇരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ഒരു 5000-ഓ 10,000-ഓ ചൊല്ലാമെന്ന് പറഞ്ഞിട്ട് മഹരിബിന് ശേഷം നിസ്കാരത്തിന് ശേഷം എല്ലാ കുട്ടികളിലൊക്കെ ഇരുത്തിയിട്ട് നമ്മളിങ്ങനെ ചെല്ലും. പക്ഷെ ഇന്ന് ഗസ്റ്റൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ നമുക്കത് സ്കിപ്പ് ചെയ്യേണ്ടി വന്നിട്ട്. അപ്പോൾ ഏഷയ്ക്ക് നമസ്കാരത്തിന് ശേഷം ചെല്ലാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ ലേറ്റ് ആയി. അപ്പോൾ പിന്നെ കുട്ടികളിനൊക്കെ ഞാൻ കുളിപ്പിച്ച് എല്ലാവരെയും ഉറക്കാൻ കിടത്തിന് തൊട്ട് മുമ്പ് അവരൊക്കെ പിന്നെ കിടന്നിട്ടുണ്ടായിരുന്നു. തലേ ദിവസം ഞങ്ങളെല്ലാവരും ഷിബില മക്കൾ ഷഫ മക്കളെല്ലാവരും കൂടിയിട്ട് ഇരുന്നിട്ടാണ് ചെല്ലിയത്. എന്നിട്ട് അത് അത്താൻ്റെ ഖബറിലേക്ക് നമ്മൾ ഹദിയ ചെയ്യും, പ്രാർത്ഥിക്കും, എന്നിട്ടാണ് കേട്ടോ കിടക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം അതുപോലെ നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് അതുപോലെ അങ്ങനെ ചൊല്ലി ദുആ ചെയ്ത് അമ്മ ദുആ ചെയ്യും. അമ്മേൻ്റെ ദുആ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ദുആ ചെയ്യുന്നുണ്ട്. പള്ളിയിലെ പുസ്തകന്മാരൊക്കെ വന്നാൽ ദുആ ചെയ്യുന്ന പോലെ ദുആ ചെയ്യുന്നുണ്ട്. അങ്ങനെ ദുആ ചെയ്തിട്ട് നമ്മളങ്ങനെ കിടക്കുകയാണ് ചെയ്യുക. പിന്നെ മക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ഓരോ ചിന്തകളാണ്. പിന്നെ ഇതുപോലെയുള്ള സമയങ്ങളിൽ നമ്മളുമായിട്ട് മനസ്സുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരും അതുപോലെ നമ്മളുമായിട്ട് അകന്ന് നിൽക്കുന്ന ആൾക്കാരെയും നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റൂല എന്ന് പറയുന്നത് ശരി തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുമ്പിട്ട വീഡിയോസ് മിക്കവാറും വരുന്നതായിരിക്കും. ഷോർട്സ് ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും ആ ഒരു നോർമൽ ലൈഫിലേക്ക് നമ്മൾ തിരിച്ചു വരാൻ ട്രൈ ചെയ്യുന്നതാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ അത്താക്ക് വേണ്ടി ദുആ ചെയ്ത് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും
എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇന്നത്തെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു നമസ്കാരത്തിൽ എൻ്റെ അത്താനെ സ്മരിക്കുകയും അത്താൻ്റെ ഖബറിലേക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല കണ്ടൻറ്റുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.